ക്രിസ്ത്യൻ ഐക്യവേദി ദേശീയ ജനറൽ സെക്രട്ടറി പാസ്റ്റർ കുര്യാക്കോസ് എം കുടക്കച്ചിറയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണം അത് തീർത്തും അപലനീയമാണ്, അങ്ങേയറ്റം ഖേദകരമാണ് എന്ന് ക്രിസ്ത്യൻ ഐക്യവേദി ആരോപിച്ചു. ഇതിനാസ്പദമായ സംഭവം ഈ കഴിഞ്ഞ 5-ാം തീയതി സെപ്റ്റംബർ 5-ാം തീയതി വെള്ളിയാഴ്ച സന്ധ്യയോടുകൂടെയാണ് സംഭവിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും അധികം പരസ്യയോഗങ്ങൾ നടത്തിയിട്ടുള്ള 14,500-ലധികം പരസ്യയോഗങ്ങൾ, അതായത് കവലപ്രസംഗങ്ങൾ, റോഡ് സൈഡിൽ നിന്നുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പാസ്റ്റർ കുര്യാക്കോസ് എം കുടക്കച്ചിറ. വളരെ ദീർഘവർഷങ്ങളായി ഏതാണ്ട് 18 വർഷത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സജീവ പ്രവർത്തകനായിരുന്ന പാസ്റ്റർ കുര്യാക്കോസ് എം കുടക്കച്ചിറ താൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ഉപേക്ഷിച്ച് താൻ സുവിശേഷ പ്രവർത്തന രംഗത്തേക്ക് വരികയായിരുന്നു. 18 വർഷക്കാലം തൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്നുള്ള പ്രവർത്തനത്തിൽ കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പ്രമുഖന്മാരായിട്ടുള്ള നേതാക്കന്മാരുമായിട്ടെല്ലാം വ്യക്തിപരമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, CPM-ൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ, ധനമന്ത്രി ബാലഗോപാൽ, അതുപോലെ മറ്റ് ഒട്ടനവധി കേരളത്തിലെ ഇടുക്കി ജില്ലയുടെ വിപ്ലവ സിംഹം എന്നറിയപ്പെടുന്ന സഖാവ് MM മണി, അതുപോലെ ഒട്ടനവധി ആളുകളുമായി നല്ല വ്യക്തിപരമായ ബന്ധമുള്ള പാസ്റ്റർ കുര്യാക്കോസ് എം കുടക്കച്ചിറ തൻ്റെ 18 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിന് ശേഷം സുവിശേഷ പ്രവർത്തന രംഗങ്ങളിലേക്ക് കടന്നു വരികയും ഒരു സുവിശേഷകനായി കേരളത്തിലുടനീളം സഞ്ചരിച്ച് താൻ സുവിശേഷ പ്രസംഗങ്ങൾ നടത്തി അങ്ങനെ ഏതാണ്ട് 14,500-ലധികം പ്രസംഗങ്ങൾ അദ്ദേഹം കവലകളിലും റോഡുകളിലും വഴിവെക്കിൽ നിന്ന് നടത്തിയിട്ടുണ്ട്. എന്നാൽ ക്രിസ്ത്യൻ ഐക്യവേദിയുടെ ജനറൽ സെക്രട്ടറിയായി ഒരു സജീവമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ പാസ്റ്റർ കുര്യാക്കോസ് എം കുടക്കച്ചിറ ഈ കഴിഞ്ഞ ദിവസം 5/9/2025 വെള്ളിയാഴ്ച ഉപ്പുതറയിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും അതിൽ പ്രസംഗകനായി പാസ്റ്റർ KA എബ്രഹാമിനെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഉപ്പുതറയിലെ ഒരു പ്രമുഖനായ വസ്ത്രവ്യാപാരി, ആ കടയുടെ പേര് തകിടിയൽ സിൽക്സ് എന്ന വസ്ത്രവ്യാപാരം നടത്തുന്ന ബെന്നി എന്ന ഒരു ആള് നിരന്തരമായി ഈ യോഗം ആരംഭിക്കുമ്പോൾ മുതൽ ഈ സുവിശേഷ പ്രവർത്തകരെ അസഭ്യ വർഷത്താൽ മൂടുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ശല്യപ്പെടുത്തുകൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചതുമായി ബന്ധപ്പെട്ട് പാസ്റ്റർ കുര്യാക്കോസ് എം കുടക്കച്ചിറയെ ഇദ്ദേഹം കടന്ന് ആക്രമിക്കുകയായിരുന്നു. കുര്യാക്കോസ് എം കുടക്കച്ചിറയെ ആക്രമിക്കുകയും അദ്ദേഹത്തെ ഉന്തി താഴെയിടുകയും ചെയ്തു. ഇത് ഒരു വലിയ പ്രശ്നമായി തീരാനായിട്ടിടയെത്തിരുന്നു. അങ്ങനെ ഉപ്പുതറ പോലീസ് എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഒക്കെ നടത്തുകയും ചെയ്തു. എന്നാൽ ക്രിസ്ത്യൻ ഐക്യവേദി ഇതിനെ ശക്തമായി അപലപിക്കുകയാണ്. കാരണം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമെല്ലാം വളരെ സ്നേഹത്തോടുകൂടി സഹകരണത്തോടുകൂടി ജീവിക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയും മനുഷ്യൻ്റെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റവുമാണ് എന്ന് ക്രിസ്ത്യൻ ഐക്യവേദി ദേശീയ പ്രസിഡൻ്റ് സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി അഭിപ്രായപ്പെട്ടു. എന്തായാലും ഇത്തരത്തിലുള്ള പ്രവണതകൾ, സുവിശേഷകർക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരിക്കലും വെച്ചുപുറപ്പിക്കാൻ കഴിയുന്നതല്ല. നിയമപരമായ നടപടികൾ ഇതിന് സ്വീകരിക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുവാനായിട്ടിടയായിരുന്നു. എന്തായാലും ഈ നാളുകളിൽ സുവിശേഷ പ്രവർത്തകർക്ക് നേരെ കേരളത്തിൽ വലിയ ആക്രമണങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് അത്യന്തം ഖേദകരമായ കാര്യമാണ്.